ഈ സിനിമയിലെ നിങ്ങൾ ഈ ശാന്തമീ രാത്രി എന്നൊരു പാട്ട് വെച്ചിട്ട് ഒരു രാത്രി ശാന്തതയില്ല അതിനുശേഷം. അതുകൊണ്ട് അത് വെച്ചത് ഭയങ്കര അത്ഭുതം. എത്രയോ കാലത്തിന് മുമ്പ് ഒരു ഹിന്ദി നടനാണ് മറ്റേ മമ്മൂക്കയുടെ കൂടെ ഡാൻസ് ചെയ്യുന്നത് അല്ലെ. ഈ പാട്ട് എപ്പോഴും നമ്മുടെ ഇടയിലൊക്കെ കേൾക്കും. പക്ഷെ ഇത് തിരിച്ചു വന്നപ്പോ അതിനിടയ്ക്ക് ലാൽ സാറിന്റെ സ്റ്റെപ്പ്. അപ്പൊ ആ പാട്ട് അതുകൊണ്ട് തന്നെയാണോ വെച്ചത്? നമുക്ക് അവിടെ ഒരു ആഘോഷപ്പാട്ട് വേണമെന്നുണ്ടായിരുന്നു. അപ്പൊ അതങ്ങനെ രാത്രി നീളും. അപ്പം ഞാൻ പറഞ്ഞു ഇതിനേക്കാൾ പെർഫെക്റ്റ് ആയിട്ടൊരു പാട്ട് വേറെ ഇല്ല. കാരണം അയാളുടെ ലൈഫിലെ ശാന്തത ഇല്ലാത്ത രാത്രികൾ സംഭവിക്കാൻ പോവാണ്. അപ്പോൾ ആളുകളെ കംപ്ലീറ്റ്ലി ഒന്ന് ഉല്ലസിപ്പിക്കാൻ ഇതിനേക്കാൾ വലിയൊരു പാട്ട്. അപ്പൊ ഇത് റൈറ്റ്സ് ഒക്കെ മേടിക്കണം. നമുക്ക് അങ്ങനെ എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പൊ വേറൊരു കമ്പനിയുടെ കയ്യിലാണ് റൈറ്റ്സ് ഇരിക്കുന്നത്. അപ്പൊ നെഞ്ചിതേട്ടൻ അതിന് വേണ്ടിട്ട് ഭയങ്കര അവിടെയൊക്കെയാണ് നമ്മളൊരു പ്രൊഡ്യൂസറെ. കാരണം ഇതിന് ഒരുപാട് ഇളയരാജ പാട്ടുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും നമുക്ക് ഒരു 3 ഫൈറ്റ് വേറെ എടുക്കാവുന്ന ബഡ്ജറ്റ് ഉണ്ട്. അപ്പം നമ്മൾ ഇളയരാജ സാറിനെ കോണ്ടാക്ട് ചെയ്ത് അപ്പൊ ആ ടെൻഷൻസ് ഡയറക്ടർ ആ ടെൻഷൻസ് ഒന്നും അറിയിക്കാണ്ട് ഈ മനുഷ്യൻ തന്നെ ചെന്നൈ പോകുന്നു, ഇളയരാജ സാറിനെ ഡയറക്റ്റ് പോയി കാണുന്നു, സംസാരിക്കുന്നു, അതിന്റെ മ്യൂസിക്കൽ റൈറ്റ്സ് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. അതുപോലെ തന്നെയാണ് ശാന്തമീ രാത്രിയിൽ. അതിന്റെ പ്രൊഡ്യൂസറെ, അതിന്റെ റൈറ്റ്സ് ഹോൾഡേഴ്സിനെ, അതിന്റെ ഡയറക്ടറിനെ, അതിന്റെ മ്യൂസിക് ഡയറക്ടറെ എല്ലാവരെയും വിളിച്ച് സംസാരിച്ച് നമുക്ക് ഈ സോങ് പടത്തിൽ യൂസ് ചെയ്യണം. അപ്പൊ ഇതാണ്. അപ്പൊ ഈ ചേച്ചി ഇപ്പം ചോദിച്ച അതേ വാക്ക് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. അയാളുടെ ലൈഫിലെ ശാന്തതമില്ലാത്ത ഒരു രാത്രികൾ തുടങ്ങാവുന്നതിന് മുന്നേ നമുക്ക് ഇടാൻ പറ്റുന്ന ഏറ്റവും പെർഫെക്റ്റ് ആണ്.